സീസൺ 5 വേദിയിൽ മനോഹര ഗാനവുമായി അമേഘ് എത്തുന്നു. പാടി ഫലിപ്പിക്കാൻ ഒരുപാട് പ്രയാസമാണ്. അതിൽ മോൻ നന്നായിട്ട് പാടും. ആധാരം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയേശുദാസ് ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത്. ഇത് ഒരു മുത്തുപാട്ട്, എന്റെ പൊന്നെ. നൊസ്റ്റാൾജിക് സോങ്സ് എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഫസ്റ്റ് വരേണ്ട ഒരു പാട്ട്. പരിണയം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയേശുദാസ് ആലപിച്ച ഗാനവുമായാണ് സൂര്യകാന്ത് വേദിയിലെത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം പാടിയ പാട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ്. ഇന്ന് പാടിയ പാട്ടിലൂടെ സൂര്യകാന്ത് തന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. വെരി ഗുഡ് മോനെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനും സന്തോഷിക്കുന്നു ഈ ഇംപ്രൂവ്മെന്റ്. ഇന്ന് ജാനകിയമ്മ പാടിയ പാട്ടുമായാണ് പാർവണക്കുട്ടി എത്തിയത്. ജാനകി അമ്മ എങ്ങനെ പാടിയിരിക്കുന്നു അതുപോലെ തന്നെ മോളെ ഒപ്പിയെടുത്ത് പാടിയിരിക്കുന്നു. വേദിയിൽ മനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തെ എഴുന്നേറ്റ് കൈയടിച്ചാണ് വിധികർത്താക്കൾ പ്രശംസിച്ചത്. ഭയങ്കര സിമ്പിളാ നിപ്പും സംസാരവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തന്നെ മലയാളി മനസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇമ്പമേറെ ഗാനങ്ങളാണ് താരങ്ങൾ ആലപിക്കുന്നത്. അമ്മയോടാണ് ചോദ്യം. വേദി വിസ്മിപ്പിച്ചുകൊണ്ടാണ് താരം വേദിയിലെത്തിയത്. മോള് നല്ല പവർഫുൾ ആയിട്ട് നന്നായിട്ട് പാടി, നല്ല വോയിസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനൊക്കെ. വേദിയിൽ ഇന്നലെ അരങ്ങേറിയ പ്രകടനങ്ങളുടെ മാർക്കറിയാം. വിധികർത്താക്കളെ പോലും വിസ്മിപ്പിച്ച പ്രകടനം കാഴ്ചവെച്ച ധ്യാന 98 മാർക്കാണ് ലഭിച്ചത്. മോനവിടെ എത്തിപ്പിടിച്ചു. ഇത്ര കൂളായിട്ട് പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സർപ്രൈസുമായാണ് അന്ന എത്തിയിരിക്കുന്നത്. അമ്മായി അടിപൊളി കുക്കാണ്. അപ്പൊ അത് അമ്മായി വന്നിട്ടുണ്ട്. നല്ല ബന്ധ കപ്പ എനിക്ക് വയ്യാണ്. തുടർന്നും മനോഹര നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത്. ഞാൻ ഇനി ഒരിക്കലും മിണ്ടത്തില്ല നിങ്ങളോട്. റിമുവിന്റെ മനസ്സിൽ ആദ്യം വേണം എല്ലാരും കുണ്ട് എന്നുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിൽ പാടാനെത്തിയ അന്നക്കുട്ടി 98 മാർക്കാണ് നേടിയത്. കുട്ടി, ഓ എനിക്ക് അടിച്ച് സ്പ്രിഞ്ച്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? വേദിയെ മനോഹരമാക്കിയ കുട്ടിക്കുറുമ്പിക്ക് ഗോൾഡൻ സ്റ്റാർ ആണ് ലഭിച്ചത്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻസ് ഉണ്ടോ? അതൊന്നും പറയത്തില്ല. ചേടാ ടഫ്.